നമസ്തേ. CBSE 9ാം ക്ലാസ്സിലെ NCERT ശാരദാ പാഠപുസ്തകത്തിലെ 3ാമത്തെ പാഠമാണ് ആത്മവത് സർവഭൂതേഷു യഹ പശ്യതി സഹ പണ്ഡിതഃ. ഈ പാഠഭാഗം നമ്മൾ മുമ്പത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കിയതാണ്. അതിൻ്റെ സ്റ്റോറി കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളും അഭ്യാസങ്ങളും ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പാഠഭാഗം മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അതിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ വീഡിയോ കണ്ട ശേഷം ലെസൺ മനസ്സിലാക്കിയ ശേഷം മാത്രം ഈ ഒരു ലെസൺ എക്സസൈസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അധോലിഖിതാനാം പ്രശ്നാനാം ഉത്തരാണി സംസ്കൃത ഭാഷയാ ലിഖത. താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം സംസ്കൃത ഭാഷയിൽ എഴുതാനാണ്. ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാതാമഹി കസ്യ കഥാം ശ്രാവിതവതി. മാതാമഹി ആരുടെ കഥയാണ് പറഞ്ഞു കൊടുത്തത്? മാതാമഹി നാമദേവ മഹാരാജസ്യ കഥാം ശ്രാവിതവതി. നാമദേവ മഹാരാജാവിൻ്റെ കഥയാണ് പറഞ്ഞു കൊടുത്തത്. രണ്ടാമത്തെ ചോദ്യം, നാമദേവസ്യ ഗുരുഹു നാമദേവം കിം അധ്യാപിതവാൻ. നാമദേവന്റെ ഗുരു നാമദേവന് എന്താണ് പഠിപ്പിച്ചു കൊടുത്തത്? അതാണ് ക്വസ്റ്റ്യൻ. ഉത്തരം, നാമദേവസ്യ ഗുരുഹു നാമദേവം അധ്യാപിതവാൻ യത് ഈശ്വരഃ ന കേവലം മന്ദിരേ ഭവതി അപിതു സർവേഷു ഭൂതേഷു തസ്യ നിവാസോ ഭവതി. ഈശ്വരൻ കേവലം മന്ദിരത്തിൽ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളിലും എല്ലാ ഭൂതങ്ങളിലും ഉള്ളതാണ്. അതഃ തസ്യ സർവാത്മകസ്യ ഈശ്വരസ്യ പൂജനം കുരു. അതുകൊണ്ട് എല്ലാത്തിനെയും, എല്ലാം ഈശ്വരൻ്റെ അംശമായതുകൊണ്ട് എല്ലാത്തിനും നമ്മൾ പൂജിക്കണമെന്നാണ് നാമദേവനോട് നാമദേവന്റെ ഗുരു പറഞ്ഞു കൊടുത്തത്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. നാമദേവഃ കയാ ഭാവനയാ ധാവനം കൃതവാൻ. നാമദേവൻ ഏത് ഭാവനയിലൂടെയാണ് ഓടിപ്പോയത്? നാമദേവഃ കരുണയാ ഭാവനയാ ധാവനം കൃതവാൻ. നാമദേവൻ കരുണാഭാവത്തിലൂടെയാണ്, ഭാവനയിലൂടെയാണ് ധാവനം ചെയ്ത് ഓടിപ്പോയത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ബാലകയോഹു മുഖേ കിമർത്ഥം മ്ലാനേ സഞ്ജാതേ. രണ്ട് കുട്ടികളുടെയും മുഖം എന്തുകൊണ്ടാണ് മ്ലാനമായത്? അപരാധ ഭാവനയാ ബാലകയോഹു മുഖേ മ്ലാനേ സഞ്ജാതേ. അപ്പൊ അപരാധ ഭാവന കാരണമാണ് മ്ലാനമായത് രണ്ടുപേരുടെയും മുഖം. അടുത്തത്, കപിലഹ മാധവീച്ച കം സങ്കല്പം കൃതവന്തൗ. കപിലനും മാധവിയും എന്ത് സങ്കല്പമാണ് ചെയ്തത്? ഉത്തരം, തൗ സങ്കല്പം കൃതവന്തൗ യത് അസ്മാകം കായേന വാചാ മനസാവ കസ്യാപി പീഡ ന ഭവേത് തഥാ ച കസ്യാപി പീഡാം നിവാരയിതും പ്രയതാമഹേ. അപ്പോൾ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ആരെയും ദ്രോഹിക്കില്ല, പീഡിപ്പിക്കില്ല. അതേപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള അവരുടെ ബുദ്ധിമുട്ട് നിവാരണം ചെയ്യും എന്നാണ് അവർ സങ്കല്പിച്ചത്. അടുത്ത ചോദ്യം, തം ദൃഷ്ട്വാ പാഷാണഖണ്ഡം സ്വീകൃത്യ മാരയിതും ധാവിതവന്തോ ഇതി വാക്യേ തം ഇതി സർവനാമശബ്ദഃ കസ്യ കൃതേ പ്രയുക്തഃ. അപ്പോൾ തം എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യനിലെ സർവനാമപദം ആരെ ഉദ്ദേശിച്ചാണെന്നാണ് ചോദ്യം. അപ്പോൾ അതിനെ പാഷാണഖണ്ഡം കൊണ്ട് കൊല്ലാനായിട്ട് രണ്ടുപേരും ഓടിപ്പോയി. അപ്പോൾ ഈ അത് എന്ന് പറയുന്നത് ആരാണെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. തം ഇതി സർവനാമശബ്ദഃ ശുനകസ്യ കൃതേ പ്രയുക്തഃ. ആരാണ്? ശുനകനാണ്, പട്ടിയെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. തം എന്നുള്ളത് കൊണ്ട് പട്ടിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, കപിലഹ മാധവീച്ച കുത്ര ഗതവന്തോ. കപിലനും മാധവിയും എങ്ങോട്ടാണ് പോയത്? ഉത്തരം, കപിലഹ മാധവീച്ച അവകാശകാലേ മാതുലഗൃഹം ഗതവന്തോ. അവകാശ എന്ന് പറഞ്ഞാൽ വെക്കേഷൻ സമയത്ത് മാതുലൻ്റെ അമ്മാവൻ്റെ വീട്ടിലേക്കാണ് പോയത്. അടുത്ത ക്വസ്റ്റ്യൻ, മാതാമഹീച്ച പ്രസംഗം ദൃഷ്ടവതി തൗ ആഹൂതവതീച്ച ഇതി വാക്യേ തൗ ഇതി ശബ്ദഃ കസ്യാം വിഭക്തൗ അസ്തി. അപ്പോൾ മാതാമഹി അവർ നടക്കുന്ന കാര്യങ്ങൾ കണ്ടു, എന്നിട്ട് അവർ രണ്ടുപേരെയും വിളിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ അവർ രണ്ടുപേരും എന്നുള്ളത് കൊണ്ട് ഏത് വിഭക്തിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെ ഏത് വിഭക്തിയിലാണ് ആ ഒരു പ്രയോഗം നടത്തിയിരിക്കുന്നത്? ഉത്തരം ഏതാണ്? ഉത്തരം നോക്കാം. ഉത്തരം, തൗ ഇതി ശബ്ദഃ ദ്വിതീയ വിഭക്തൗ അസ്തി. തൗ എന്നുള്ള ആ യൂസേജ്, ആ പ്രയോഗം ഏത് വിഭക്തിയിലാണ്? ദ്വിതീയ വിഭക്തിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ദ്വിതീയയിലാണ് തൗ എന്നുള്ള പ്രയോഗം ഉള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ചോദ്യം, അധോലിഖിതാനി വാക്യാനി ഭൂതകാലേന പരിവർത്തിയ പുനഃ ലിഖിത. ഭൂതകാലത്തിലേക്ക് പരിവർത്തനം ചെയ്തിട്ട്, കൺവേർട്ട് ചെയ്തിട്ട് വീണ്ടും എഴുതാനാണ്. ഉദാഹരണം, നാമദേവഃ സ്ഥാലികാം സ്വീകൃത്യ മന്ദിരം ഗച്ഛതി. നാമദേവൻ പ്ലേറ്റ് എടുത്തുകൊണ്ട് മന്ദിരത്തിലേക്ക് പോയി. അപ്പോൾ അത് എങ്ങനെയാണ് മാറ്റേണ്ടത്? അതിൻ്റെ ഉദാഹരണമാണ് നാമദേവഃ സ്ഥാലികാം സ്വീകൃത്യ മന്ദിരം ഗതവാൻ. ഗച്ഛതി എന്നുള്ളത് പ്രസന്റ് ടെൻസ് ആണ്, ഗതവാൻ എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഗതവാൻ എന്നുള്ള രീതിയിലേക്ക് മാറ്റി. അതേപോലെ ഓരോന്നോരോന്നും ഇവിടെ ചെയ്യേണ്ടതായിട്ട് ഇവിടെ ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നൈവേദ്യം വിഗ്രഹസ്യ പുരതഃ സ്ഥാപയതി.
അപ്പോൾ സ്ഥാപതി എന്നുള്ള വാക്ക് നമ്മൾ എന്തിലേക്ക് ആക്കണം? പാസ്റ്റ് ടെൻസിലേക്ക് ആക്കണം. അപ്പോൾ സ്ഥാപിതവാൻ എന്നാണ് ആക്കേണ്ടത്. നേത്രേ നിമീല്യ പ്രാർത്ഥനായാഹ ആരംഭം കരോതി. അപ്പോൾ നേത്രേ നിമീല്യ പ്രാർത്ഥനായാഹ ആരംഭം കൃതവാൻ എന്നാണ് വരേണ്ടത്. ഗുരുഹു വിസോബാതം അധ്യാപയതി. ഗുരുഹു വിസോബാതം അധ്യാപിതവാൻ. അഹം ശൃണോമി. അപ്പോൾ അഹം ശ്രുതവാൻ അല്ലെങ്കിൽ ശ്രുതവതി രണ്ടും യൂസ് ചെയ്യാം. സത്പുരുഷാः സ്വകർത്തൃത്വേന ജന്മസാർത്ഥകം കുർവന്തി. സത്പുരുഷാः സ്വകർത്തൃത്വേന ജന്മസാർത്ഥകം കൃതവന്തഃ എന്ന് വരാൻ കാരണം എന്താ? സത്പുരുഷാः ബഹുവചനായതുകൊണ്ടാണ് കൃതവന്തഃ വന്നത്. നാമദേവः ശുനകസ്യ പൃഷ്ഠേ അനുധാവതി. നാമദേവः ശുനകസ്യ പൃഷ്ഠേ അനുധാവിതവാൻ എന്നാണ് എഴുതേണ്ടത്. അടുത്ത ചോദ്യം, അധോലിഖിതാനി കഥനാനി കഹ കാം കം കാം ച പ്രതി കഥയതി ഇതി ലിഖത. ആരോട് പറഞ്ഞു എന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത്. കഹ എന്നുള്ള പുല്ലിംഗം, കാ എന്നുള്ള സ്ത്രീലിംഗം എന്ന് മാത്രമേ ഉള്ളൂ. ഉദാഹരണം, ഹേ ദേവ ശുഷ്കാം രോട്ടികാം ന ഖാദതു ഘൃതമപി സ്വീകരോതു എന്നുള്ളത് ആരാ പറഞ്ഞത്? നാമദേവ ശുനകം, പട്ടിയോടാണ് പറഞ്ഞത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കഥാം ശ്രോതും ഇച്ഛതഃ വാ. കഥ കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ടോ എന്ന് പറഞ്ഞത് ആരാണ്? മാതാമഹി കപിലം മാധവീം ച പ്രതി. കപിലനോടും മാധവിയോടും രണ്ടുപേരോടും കൂടിയാണ് പറഞ്ഞത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അഹം ശ്രുതവതി യത് തസ്യ കീർത്തനെ സ്വയം ദേവഃ പാണ്ഡുരംഗഃ നൃത്യം കൃതവാനിതി. അപ്പോൾ ഇത് പറഞ്ഞത് ആരാണ്? മാധവിയാണ് പറഞ്ഞത്. ആരോട് പറഞ്ഞു? മാതാമഹീം പ്രതി, മാതാമഹിയോടാണ് പറഞ്ഞത്. മൂന്നാമത്തെ, കിം ദേവേന സഹ അപി മിത്രത സംഭവതി. ദേവനോടും ഫ്രണ്ട്ഷിപ്പ് നടക്കുമോ, സാധിക്കുമോ? അപ്പൊ കപിലനാണ് പറഞ്ഞത്. മാതാമഹീം പ്രതി, മാതാമഹിയോടാണ് പറഞ്ഞത്. അതഃ തസ്യ സർവാത്മകസ്യ ഈശ്വരസ്യ പൂജനം കുരു. ഇതാരാ പറഞ്ഞത്? ഗുരുഹു വിസോബ നാമദേവം പ്രതി, നാമദേവനോടാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നൈവേദ്യം ഗൃഹ്യതാം ദേവ ഭക്തിം മേഹ്യചലാം കുരു. ഇത് പറഞ്ഞത് നാമദേവ പാണ്ഡുരംഗം പ്രതി, നാമദേവൻ പാണ്ഡുരംഗനോടാണ് പറഞ്ഞത്. അടുത്തത് ധിക്ഷുനകം. ധിക്ഷുനകം എന്ന് പറഞ്ഞത് ആരാണ്? കപിലഹ മാതാമഹീം പ്രതി, മാതാമഹിയോടാണ് കപിലൻ അത് പറഞ്ഞത്. അടുത്തത്, നാമദേവസ്യ കിയത് ദുഃഖം ജാതം സ്യാത് ഖലു. നാമദേവന് എത്രത്തോളം ദുഃഖം വന്നിട്ടുണ്ടാവുമെന്ന് പറഞ്ഞത് ആരാണ്? മാധവി കപിലം പ്രതി, മാധവി കപിലനോടാണ് പറഞ്ഞത്. കിം ഘൃതപാത്രം ആധൃത്യ എന്ന് പറഞ്ഞത് ആരാണ്? കപിലഹ മാധവീഞ്ച, കപിലനും മാധവിയും കൂടിയിട്ടാണ് പറഞ്ഞത്. ആരോട്? മാതാമഹീം പ്രതി, മാതാമഹിയോടാണ് പറഞ്ഞത്. അഹം അദ്യ ജ്ഞാതവാൻ യത് സർവേഷു ഈശ്വരഃ നിവസതി ഇതി. ഞാനിന്ന് മനസ്സിലാക്കി എല്ലാ ഇടത്തും ഈശ്വരൻ താമസിക്കുന്നു, നിൽക്കുന്നു എന്ന്. അപ്പോൾ അത് പറഞ്ഞത് ആരാണ്? കപിലഹ മാതാമഹീം പ്രതി, കപിലൻ മാതാമഹിയോടാണ് പറഞ്ഞത്. ഉത്തീർണഃ ഭവാൻ പരീക്ഷ. അപ്പോൾ പരീക്ഷ വിജയിച്ചിരിക്കുന്നു, താങ്കൾ പരീക്ഷ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? പാണ്ഡുരംഗഃ നാമദേവം പ്രതി, പാണ്ഡുരംഗനാണ് നാമദേവനോടാണ് പറഞ്ഞത്. അടുത്തത്, രേഖാങ്കിത പദാനി ആധൃത്യ പ്രശ്നനിർമ്മാണം കുരുത. പ്രശ്നനിർമ്മാണം ചെയ്യാനാണ്. ഉദാഹരണം, പാണ്ഡുരംഗഃ നാമദേവസ്യ മിത്രം ആസീത്. അപ്പോൾ നാമദേവസ്യ എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ വേർഡ് എന്താണ്? കസ്യ മിത്രം ആസീത് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഫസ്റ്റ് വൺ, ദേവഃ നാമദേവം പരിതഃ ഭവതി സ്മ. ദേവൻ നാമദേവൻ്റെ അടുത്ത് തന്നെയാണ് ഉള്ളത് എന്നാണ്, ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നാമദേവം എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ വേർഡ് എന്താണ്? കം എന്നാണ്. അപ്പോൾ ദേവഃ കം പരിതഃ ഭവതി സ്മ എന്നാണ് ക്വസ്റ്റ്യൻ വേർഡ് ചോദിക്കേണ്ടത്. രണ്ടാമത്തെ ചോദ്യം, ഈശ്വരഃ സർവേഷു ഭൂതേഷു നിവസതി. ഈശ്വരൻ എല്ലാ ഭൂതങ്ങളിലും ഉണ്ട്. അപ്പോൾ ഈശ്വരഃ കേഷു നിവസതി. ഭൂതേഷു എന്ന് പറയുമ്പോൾ കേഷു ആണ് ക്വസ്റ്റ്യൻ വേർഡായിട്ട് ചോദിക്കേണ്ടത്. അടുത്തത്, ശുനകഃ ആഗത്യ മുഖേ റോട്ടിക്കാം ധൃത്വാ ധാവിതവാൻ. ശുനകൻ വന്നിട്ട് മുഖത്ത് റോട്ടിക്കാം എടുത്തുകൊണ്ട്, റോട്ടികയെ വായിൽ പിടിച്ചുകൊണ്ട് ഓടിപ്പോയി. അപ്പോൾ റോട്ടിക്കാം എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ വേർഡാണ് എന്ത്? കാം എന്നാണ് ക്വസ്റ്റ്യൻ വേർഡ്. അപ്പോൾ ശുനകഃ ആഗത്യ മുഖേ കാം ധൃത്വാ ധാവിതവാൻ. മൂന്നാമത്തെ ചോദ്യം, ശുനകസ്യ സ്ഥാനേ പാണ്ഡുരംഗഃ ആവിർഭൂതവാൻ. ശുനകൻ്റെ സ്ഥാനത്ത് പാണ്ഡുരംഗൻ അവതരിച്ചു അല്ലെങ്കിൽ വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ശുനകസ്യ സ്ഥാനേ കഹ ആവിർഭൂതവാൻ, ആരാണ് വന്നത് അല്ലെങ്കിൽ ആരാണ് വന്നു ചേർന്നത്? അപ്പോൾ പാണ്ഡുരംഗഃ എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ വേർഡാണ് കഹ. അടുത്ത ക്വസ്റ്റ്യൻ, ആത്മവത് സർവഭൂതേഷു യഹ പശ്യതി സഹ പണ്ഡിതഃ. അപ്പോൾ പണ്ഡിതഃ എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ വേർഡാണ് നമ്മളിവിടെ കണ്ടെത്തേണ്ടത്. ആത്മവത് സർവഭൂതേഷു യഹ പശ്യതി സഹ കഹ. അപ്പോൾ പണ്ഡിതഃ എന്ന് പറയുമ്പോൾ കഹ എന്നാണ് ചോദിക്കേണ്ടത്. ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻ വേർഡ്സ് ഒക്കെ. ഇപ്പോൾ സർവേഷു ഭൂതേഷു എന്ന് പറയുമ്പോൾ കേഷു ഏതിൽ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വേർഡാണ് ചോദിക്കേണ്ടത്. റോട്ടിക്കാം എന്ന് പറയുമ്പോഴോ കാം എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡാണ്. പാണ്ഡുരംഗഃ കഹ, പണ്ഡിതഃ കഹ.
അടുത്തത് ഘടനാക്രമാനുസാരം ലിഖത എന്നുള്ള ക്വസ്റ്റ്യനാണ്. അതായത് സെൻറ്റൻസിൽ നമ്മളെ സ്റ്റോറി ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് ഓർഡറിലേക്ക് ആക്കുക എന്നുള്ളതാണ്. നമ്മുടെ സ്റ്റോറി അനുസരിച്ചാണ്. ഫസ്റ്റ് വൺ, നാമദേവ മന്ദിരം ഗതവാൻ. നാമദേവൻ മന്ദിരത്തിലേക്ക് പോയി. രണ്ടാമത്തെ സെൻറ്റൻസ്, നാമദേവ നൈവേദ്യസ്ഥാലികാം വിഗ്രഹസ്യ പുരതഃ സ്ഥാപിതവാൻ. നൈവേദ്യസ്ഥാലിക വിഗ്രഹത്തിൻ്റെ മുമ്പിൽ വെച്ചു. മൂന്നാമത്തെ, നാമദേവ മന്ത്രം ഉച്ചാര്യ ശ്രദ്ധയാ പ്രണമ്യ നേത്രേ ഉദ്ഘാടിതവാൻ. നാമദേവൻ മന്ത്രങ്ങളൊക്കെ ഉച്ചരിച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടി നമസ്കരിച്ചുകൊണ്ട് കണ്ണുകൾ തുറന്നു. അടുത്തതോ നാലാമത്തെ സെൻറ്റൻസ്, ശുനകഃ ശുഷ്കരോട്ടികാം അപഹൃത്യ പലായിതവാൻ. ശുനകഃ പട്ടി ശുഷ്കമായിട്ടുള്ള റൊട്ടിക എടുത്തുകൊണ്ട് ഓടിപ്പോയി. അഞ്ചാമത്തെ സെൻറ്റൻസ്, നാമദേവ ഘൃതപാത്രം ആധൃത്യ അനുധാവിതവാൻ. ഘൃതപാത്രം എടുത്തുകൊണ്ട് പിന്നാലെ ഓടിപ്പോയി എന്നാണ് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ശുനകസ്യ സ്ഥാനെ പാണ്ഡുരംഗ ആവിർഭൂതവാൻ. ശുനകത്തിൻ്റെ ആ പട്ടിയുടെ സ്ഥാനത്ത് പാണ്ഡുരംഗൻ വന്നു ചേർന്നു. ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അടുത്തത്, ആഗച്ഛന്തു പായസം കുർമഹ. വരൂ പായസം ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. ആഗച്ഛന്തു പായസം കുർമഹ. ക്ഷീരഹ എന്നുള്ള വേർഡിന് ക്ഷീരേണ സഹ തണ്ടുലാഹ പക്വാഹ. ശർക്കര എന്നുള്ളത് ശർക്കരാം വിനാ കഥം ശക്യത്തെ ശീഘ്രമേവ ആപണം പ്രതി ഗത്വ ശർക്കരാം ആനയതു. ആപണ എന്നുള്ളത് ആപണം നികഷ വാഹനാനി തിഷ്ഠന്തി ശർക്കര മഹാനസേ സ്ഥാപിത. ശർക്കരാം പരിതഃ പിപീലികാഃ ആഗതാഃ പിപീലികാഃ അപനീയ പായസേ ശർക്കരാ യോജിത. മധുരം വിനാ പായസം രുചികരം ന ഭവതി. അധുന പായസം പരിതഃ ബാലികാവൃന്ദം തിഷ്ഠതി. ധിക് അന്യാൻ മധുരപദാർത്ഥാൻ ഇതി ഏകഃ വദതി. തേന വിനാ ജീവനം അപൂർണം ഇതി അപരഃ. പായസേന സഹ ഏവ ഭോജനം സരസം ഇതി അന്യഃ. തേഷാം വചനാനി ശ്രുത്വാ പായസം യച്ഛന്ത്യാഹ അംബായാഹ. അപ്പോൾ ഇവിടെ നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തത് ഉപപദ വിഭക്തിയാണ്. ഇപ്പോൾ തേന എന്ന് പറയുമ്പോൾ നമ്മൾ തൃതീയ വിഭക്തി യൂസ് ചെയ്യണം. പരിതഃ വരുമ്പോൾ ദ്വിതീയ വിഭക്തി യൂസ് ചെയ്യണം. അങ്ങനെ ആ റൂൾസ് നമ്മുടെ ഈ ഒരു ലെസണിൽ തന്നെ എക്സസൈസിന് മുമ്പായിട്ടുണ്ട്. അത് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അത് ഗ്രാമർ പാർട്ടിൽ വരുന്ന കാരണം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഈ ചാനലിൽ തന്നെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അനുച്ഛേദേ സ്ഥൂലാക്ഷരേണ ദത്താനാം ക്രിയാപദാനാം സ്ഥാനെ ഉചിതം തവതു പ്രത്യയാന്തരൂപം യോജയിത്വ പുനഃ ലിഖത. അവിടെ ബോൾഡാക്കി കൊടുത്തിട്ടുള്ള വേർഡിന് നമ്മൾ എന്താക്കണം? തവതു പ്രത്യയമായിട്ട് മാറ്റണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ടെക്സ്റ്റിലാണ് അങ്ങനെയുള്ളത്. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള രീതിയിലാണ്, ആൻസർ ചെയ്തിട്ടുള്ള രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തവതു പ്രത്യയത്തിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം. കഞ്ചിത് ഗ്രാമം നികഷ ഏകാ നദി ആസീത്. ഒരു നദി ഉണ്ടായിരുന്നു. നദി സർവദാ സ്വച്ഛജലം ദത്തവതി. ഇവിടെ ദത്തവതി വരാൻ കാരണം എന്താണ്? നദീ സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് ദത്തവതി വന്നത്. ജനാഹ തസ്യാഹ ജലം പീത്വ സുഖേന ജീവിതവന്തഃ. ജനാഹ എന്നുള്ള ബഹുവചനം ആയതുകൊണ്ടാണ് ജീവിതവന്തഃ എന്നുള്ള ബഹുവചനം യൂസ് ചെയ്തിരിക്കുന്നത്. ഏകഃ കൃഷകഃ തേന ജലേന സർവദാ കൃഷിം കൃതവാൻ. അപ്പോൾ ഏകഃ കൃഷകഃ ഏകവചനം ആയതുകൊണ്ടാണ് ഇവിടെ കൃതവാൻ എന്നുള്ള വേർഡ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കാലാന്തരം അന്യേ കൃഷകാഃ അപി തേന ജലേന ക്ഷേത്രസേചനം കൃതവന്തഃ. ഇവിടെ അന്യേ കൃഷകാഃ ബഹുവചനം ആയതുകൊണ്ടാണ് ഇവിടെ കൃതവന്തഃ എന്നുള്ള ബഹുവചന വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. മഹിളാഃ പർവ്വസമയേ നദീം പൂജിതവത്യഃ. ഇവിടെ പൂജിതവത്യഃ വരാൻ കാരണം മഹിളാഃ സ്ത്രീലിംഗം ബഹുവചനം ആയതുകൊണ്ടാണ്. ഏകവാരം കഞ്ചിത് പരിവാരഃ നദ്യാം മാലിന്യാനി ക്ഷിപ്തവാൻ. അപ്പോൾ പരിവാരഃ ഏകവചനം ആയതുകൊണ്ടാണ് ക്ഷിപ്തവാൻ എന്നുള്ള ഏകവചനം യൂസ് ചെയ്തിരിക്കണേ. ക്രമശഃ അന്യേ അപി ക്ഷിപ്തവന്തഃ തേന നദീ മലിനാ അഭവത്. മീനാഃ മൃതവന്തഃ. സ്ത്രീയഃ രോഗൈഃ പീഡിതാഃ ഭൂതവത്യഃ. തഥാ ഏകാ ശിക്ഷിത ബാലിക ജലസ്യ മഹത്വം സർവാൻ ഉക്തവതി. ബാലിക സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് ഉക്തവതി എന്നുള്ളത് യൂസ് ചെയ്തിരിക്കണേ. സാ നദീതീരം ആഗത്യ സ്വയം വൃക്ഷം രോപിതവതി. സാ എന്നുള്ള സ്ത്രീലിംഗം ആയതുകൊണ്ട് രോപിതവതി ഉപയോഗിച്ചു. മഹിളാഃ അപി തതഃ പ്രേരണാം പ്രാപ്യ തസ്യാഹ സഹായം കൃതവത്യഃ. മഹിളാഃ ബഹുവചനായതുകൊണ്ട് കൃതവത്യഃ എന്നുള്ള ഉപയോഗിച്ചു. സർവേ ഗ്രാമവാസിനഃ മിലിത്വ നദീം ശോധിതവന്തഃ. ഗ്രാമവാസിനഃ ബഹുവചനായതുകൊണ്ട് ശോധിതവന്തഃ. പുനഃ നദീ സ്വച്ഛാ ജാത നിർമ്മലം ജലം ച ദത്തവതി. നദീ സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് ദത്തവതി കൊടുത്തിരിക്കുന്നത്. തതഃ ആരഭ്യ വർഷേ
ഏകവാരം ജനാഹ നദീം പൂജിതവന്തഃ. ജനാഹ ബഹുവചനായതുകൊണ്ടാണ് പൂജിതവന്തഃ ഉപയോഗിച്ചിരിക്കുന്നത്. വൃക്ഷാരോപണം ച കൃതവന്തഃ. അപ്പോൾ കർത്തൃപദം എങ്ങനെയാണോ അതനുസരിച്ചാണ് ക്രിയാപദം ഉപയോഗിക്കേണ്ടത്. കർത്തൃപദം ഏകവചനാണെങ്കിൽ ക്രിയാപദം ഏകവചനം ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. തവതു പ്രത്യയത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതിൻ്റെ വീഡിയോ നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി ടെക്സ്റ്റിലെ ബാക്കി നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഏതേഷാം സമസ്ത പദാനി പാഠാച്ചിത്വ ലിഖത. താഴെ കൊടുത്തിട്ടുള്ള വേർഡ്സിൻ്റെ സമസ്ത പദങ്ങൾ എഴുതാനാണ്. ഉദാഹരണം മഹാൻ ആത്മാ തേഷാം മഹാത്മനാം. ഫസ്റ്റ് വൺ ഘൃതസ്യ പാത്രം തത് ഘൃതപാത്രം. പാഷാണസ്യ ഖണ്ഡഃ തം പാഷാണഖണ്ഡം. പ്രിയഃ സുഹൃത് പ്രിയ സഖ അല്ലെങ്കിൽ പ്രിയ സുഹൃത് രണ്ടും കറക്റ്റാണ്. ഉദരേ വേദന ഉദരവേദന. സ്വീയഃ വ്യവഹാരഃ സ്വവ്യവഹാരഃ. ജീവനസ്യ മൂല്യാനി ജീവനമൂല്യാനി. മാതുലസ്യ ഗൃഹം തത് മാതുലഗൃഹം. നരേഷു രത്നാനി ഇവ തേഷാം നരരത്നാനാം. സ്വീയം കർത്തൃത്വം തേന സ്വകർത്തൃത്വേന. അപരാധസ്യ ഭാവന തയാ അപരാധഭാവനയാ. ഗുരോഃ ഉപദേശഃ തം ഗുരൂപദേശം. ദിനേ ദിനേ പ്രതിദിനം. രാജാ ഋഷിഃ ഇവ തേഷാം രാജർഷീണാം. ഇനി ഇവിടെ ടേബിളിൽ തവതു പ്രത്യയത്തിൻ്റെ പുല്ലിംഗം സ്ത്രീലിംഗം നപുംസകലിംഗം രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വായിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. എത്രത്തോളം ബൈഹാർട്ടാക്കുന്നു അത്രത്തോളം അത് നല്ലതായിരിക്കും. നമ്മൾ ഈ ലെസണിൽ തന്നെ തവതു പ്രത്യയത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അത് ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ടേബിൾ മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇതോടുകൂടി മൂന്നാമത്തെ പാഠഭാഗം അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിലൂടെ നമ്മൾ നാലാമത്തെ പാഠഭാഗം മനസ്സിലാക്കാം, പഠിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ ആവശ്യമുള്ള ആൾക്കാരിലേക്കും ഈ ഒരു വീഡിയോ എത്തിക്കുക. ധന്യവാദാഹ.